ഞാൻ എന്തുണ്ടാക്കിയാലും പരീക്ഷിക്കുന്ന ആദ്യത്തെ വ്യക്തി എൻ്റെ മോളായിരിക്കും കേട്ടോ. അവൾക്ക് പിന്നെ അവക സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ചക്കട തിന്നിരിക്കുമ്പോഴാണ് ദേ എൻ്റെ അമ്മ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് പോകുള്ളൂ കേട്ടോ. അമ്മ വന്നാൽ പിന്നെ നമ്മുടെ എല്ലാ ഭരണവും അടുക്കളയിലായിരിക്കും. പിന്നെ എനിക്ക് ആ വഴിക്ക് തിരിഞ്ഞു നോക്കണ്ട. ഇത് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. സുചേട്ടൻ നമ്മുടെ പഴിച്ചില്ലേ, വെട്ടം കൂട്ടത്തെ സാധനം, ആ വെട്ടനും മേടിച്ചിട്ടുണ്ടായിരുന്നു, പഴച്ചിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെതമ്പൽ കഴിയാൻ പുറത്തുനിന്ന് ഒരു എന്തിട്ടാണ് കരിങ്കല്ല് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഞാൻ അത് എടുത്തുകൊണ്ടുവരാൻ പോയതാണ് കേട്ടോ. പിന്നെ നല്ല വെയിൽ വന്നപ്പോൾ സ്റ്റാൻഡ് എടുത്ത് പുറത്തോട്ട് വെച്ചു. അപ്പോൾ ഈ സ്റ്റാൻഡ് അതുകൊണ്ട് വളരെ ഉപകാരമാണ്. കാരണം മഴ ചാറുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്റ്റാൻഡ് അങ്ങോട്ട് തന്നെ എടുത്ത് വെച്ചാൽ മതി, അല്ലാണ്ട് ഓരോ തുണികൾ എടുത്ത് വെക്കേണ്ട. ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി സംഭവമാണ് വാങ്ങിക്കാത്ത ഒരു 5 മഴക്കാലത്ത് അടിപൊളിയാണ്. പിന്നെ അതേ രാവിലെ മഴ ആയത് കാരണം മഴക്കോട്ടൊക്കെ ഉണക്കാനിട്ടു. മഴ പിന്നെ അങ്ങനെയാണല്ലോ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ മഴ പെയ്യും, ആവശ്യമില്ലാത്തപ്പോൾ മഴ പെയ്യൂല, അങ്ങനെയാണല്ലോ അവസ്ഥ. അപ്പോൾ അതേ മഴക്കോട്ടൊക്കെ ഉണക്കാനിട്ടതിന് ശേഷം ഞാൻ അതേ കൊടുങ്ങല്ലൂർക്കൊന്ന് പോയി നമ്മുടെ നൂലപ്പച്ചട്ടി പൊട്ടിയിട്ടുണ്ടായിരുന്നു, പകരം ഒന്ന് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അതേ വീട്ടിലോട്ട് വന്നു. തുമ്പിക്കുട്ടിയുടെ ബാഗ് വന്നിട്ടുണ്ട് ആമസോണിൽ നിന്ന്, 300 രൂപ ഉള്ളത്. നല്ല അടിപൊളി ക്വാളിറ്റി ബാഗാണ്. തുമ്പിക്കുട്ടിയുടെ ബാഗ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്ക് തലവേദന വന്ന് പണ്ടാരടങ്ങി. അപ്പോൾക്കും ഇതേ അമ്മ പോകാനായിട്ട് ഇറങ്ങി. അതിന് മുന്നേ മധുരക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി, നല്ല 100 മധുരക്കിഴങ്ങായിരുന്നു കേട്ടോ. കൂടെ പാൽക്കാപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് മേലൊക്കെ കഴുകി ഒന്ന് വിക്സൊക്കെ പറ്റിയിരുന്നു. അപ്പോൾക്കൊരു ആശ്വാസം കിട്ടി. അതിനുശേഷം എന്താണ് മധുരക്കിഴങ്ങ് തിന്നാണ്. അമ്മ ഇത് ചവിടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ നമ്മളെ നിർബന്ധിച്ച് അവിടെ ചവിടുത്തിക്കാനിരിക്കുകയാണ്. തുമ്പിക്കുട്ടി പിന്നെ ഇതൊക്കെ തിന്നോളൂ കേട്ടോ. ശുക്രമണിക്കൊരു ബേക്കറിയിലെ ഒരു കേക്ക് മേടിച്ചു കൊടുത്തു. ഇത് അവന് ഭയങ്കര ഇഷ്ടമാണ്. ഈ വക കിഴങ്ങൊന്നും അവൻ തിന്നൂല കേട്ടോ. നല്ലതൊന്നും എൻ്റെ മോന് പിടിക്കൂല. എങ്ങനെ തീറ്റിക്കാനാണ്, തിന്ന ഞാൻ ഛർദ്ദിക്കുന്നു പറഞ്ഞ പോലെ. അപ്പം ഞാൻ നിർബന്ധിച്ച് അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ അമ്മേൻ്റെ ചായയൊക്കെ കുടിച്ചിട്ട് അമ്മയെ യാത്ര പറയുകയാണ് ഗൈസ്. ഇനി ഞാൻ മാത്രം, അയ്യോ എനിക്ക് വയ്യ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, സീ യു.